ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയും ഒപ്പു ചേച്ചിയും ആദ്യേട്ടനും ഞാനും എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് ഓരോരുത്തരും തന്ന ഗിഫ്റ്റ് എന്നുള്ളത്. ഒരുപാട് ഗിഫ്റ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോഴാണ് ഓപ്പൺ ചെയ്ത് കഴിയുക എന്നുള്ള ഡൗട്ടിലായിരുന്നു അമ്മ. സോ നമുക്കതിലേക്ക് നോക്കിയാലോ. ഏതാ ആദ്യം ഓപ്പൺ ചെയ്യാന്നുള്ള സംശയം വന്നപ്പോൾ ആദ്യം പറഞ്ഞു ഏറ്റവും ചെറിയ ഗിഫ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, അതായിരിക്കും സ്പെഷ്യൽ. പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം തന്നെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു രാധാകൃഷ്ണ ഫ്രെയിമാണ് കിട്ടിയിരിക്കുന്നത്, നല്ലൊരു വാൾ ഹാങ്ങിങ്. ഇത്രയും നേരം ആദ്യമായിട്ടും ഗിഫ്റ്റൊന്നും കിട്ടിയില്ലേ എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ആദ്യമായിട്ടും കിട്ടി ഒരു നല്ലൊരു ബനിയൻ, നല്ല രസമുണ്ടായിരുന്നു, ഫ്ലോറൽ പ്രിൻ്റായിരുന്നു ആ ബനിയൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സെയിം കവറിൽ ഒരു ഗിഫ്റ്റ് കൂടെ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അത് എൻ്റെ ഗിഫ്റ്റ്. അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. തുറന്നു നോക്കിയപ്പോൾ സൂക്കിൻ്റെ ഒരു ഹാൻഡ് ബാഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്പേഷ്യസ് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു നല്ലൊരു ബാഗ്, അതിൻ്റെ പ്രിൻസും എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയ ഗിഫ്റ്റ് ആദ്യമായിട്ടുള്ളതായിരുന്നു. വൈറ്റ് ഷർട്ട്, അതിൽ ബ്ലാക്ക് ഇംപ്രിൻസ് ആയിട്ട് ഒരു വെറൈറ്റി ഷർട്ടായിരുന്നു അത്. എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടെ തന്നെ എനിക്കൊരു ഓറഞ്ച് ചുരിദാറും ഉണ്ടായിരുന്നു. കോളേജിലൊക്കെ പോകുമ്പോൾ കാഷ്വലായിട്ട് ഇടാൻ പറ്റിയ ഒരു നല്ല ചുരിദാർ സെറ്റ്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഒരു ഫ്ലോറൽ പ്രിൻ്റായിരുന്നു ആ ചുരിദാർ. എങ്ങനെയുണ്ട്? അടുത്ത ഗിഫ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ വീണ്ടും ഒരു വൈറ്റ് കളർ ചുരിദാർ, എനിക്കതും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഓപ്പൺ ചെയ്ത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. തുറന്നപ്പോൾ നല്ലൊരു ഷർട്ടും, അതും വൈറ്റിലൊരു ബ്ലാക്ക് പ്രിൻ്റ് വരുന്നതായിരുന്നു, കൂടെ ഒരു ബ്ലൂ കളർ ജീൻസും. പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു സാരി ആയിരുന്നു, നല്ല ബ്രൗൺ കളർ വിത്ത് സിൽവർ സ്റ്റോൺസ് ഒക്കെ വെച്ചുള്ള ഒരു നല്ലൊരു സാരി, വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഒരു ഷർട്ടും കൂടി ഉണ്ടായിരുന്നു, അതും വൈറ്റ് കളറാണ്. ഇപ്പം ആദ്യമായിട്ട് 3 വൈറ്റ് കളർ ഷർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് എനിക്കൊരു ജീനും ടോപ്പും ആദ്യമായിട്ടൊരു ഷർട്ടും പാൻസുമാണ്. പിന്നത്തെ ഗിഫ്റ്റ് ബോക്സ് തുറന്നപ്പോൾ ഒരു ചുരിദാർ സെറ്റും അതേപോലെ തന്നെ ഒരു ഷർട്ട് പീസുമാണ് ഉണ്ടായിരുന്നത്. ഒരു നല്ല മസ്റ്റേർഡ് യെല്ലോ കളറും അതേപോലെ ഒരു ബ്രൗൺ ഷർട്ടും, വളരെ മാച്ചായിട്ടുള്ളൊരു കോമ്പിനേഷനാണത്. അടുത്ത ഗിഫ്റ്റ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. നല്ല വെറൈറ്റി ഡിസൈനിലുള്ള ഗ്ലാസ്സുകൾ 6 എണ്ണം ഉണ്ടത്. അടുത്ത ഗിഫ്റ്റ് തുറന്നു നോക്കിയപ്പോൾ ബിരിയാണി പോട്ടാണ് കണ്ടത്. ഓഷ്യൻ ബ്ലൂ കളറുള്ള ഒരു ബിരിയാണി പോട്ട്. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് അറിഞ്ഞിട്ടാവണം ബിരിയാണി പോട്ട് തന്നെ സമ്മാനിച്ചത്. അടുത്ത ഗിഫ്റ്റ് ഒരു വാൾ ഹാങ്ങിങ് ആയിരുന്നു, ഹാർട്ട് ഷേപ്പിലുള്ള ഒരു വാൾ ഹാങ്ങിങ്. പിന്നെ ഒരു ക്ലോക്കും കിട്ടി, നല്ല ക്യൂട്ട് ഗണപതി. പിന്നെ കിട്ടിയ ഗിഫ്റ്റ് വളരെയധികം ഭംഗിയുണ്ടായിരുന്നു, ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അതിൽ ഒരു മയിലും അതിൻ്റെ മുകളിൽ 2 ഞങ്ങളുടെ ഫോട്ടോസും വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം. പിന്നെ കിട്ടിയത് ഒരു ക്യൂട്ടായിട്ടുള്ള രാധാകൃഷ്ണ ഫ്രെയിം തന്നെയായിരുന്നു. അടുത്ത ഗിഫ്റ്റ് ഒരു വെറൈറ്റി ആയിരുന്നു, ബ്രാസിൽ ശ്രീകൃഷ്ണനും രാധയുമുള്ള ഒരു ഫ്രെയിം. പിന്നെ നോക്കിയ എല്ലാ ഗിഫ്റ്റ്സിലും ഷർട്ടും ചുരിദാർ സെറ്റും അങ്ങനെയുള്ളവയൊക്കെ ആയിരുന്നു. പിന്നെ നല്ലൊരു ഫോട്ടോ ഫ്രെയിം കിട്ടി. പിന്നെ ആദ്യമായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ഒരു അവൻ ആയിരുന്നു ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തത്. പിന്നെ തുറന്നു നോക്കിയ ഗിഫ്റ്റ് ഒരു എയർ ഫ്രയർ ആയിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എൻ്റെ അച്ഛനമ്മയും തന്നത് ഒരു ഗോൾഡ് കോയിൻ ആയിരുന്നു. അപ്പം ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഇറ്റ് വിൽ ബി ഓൾവേസ് റിമെമ്പേർഡ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.